വിവാദങ്ങളുടെ ഒരു നീണ്ട നിരയുമായി എത്തി PK ശശിക്ക് എന്ത് യോഗ്യതയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനേക്കാൾ ഉള്ളത്? CPM പോലും പുറന്തള്ളിയ ഈ നാശമായ വ്യക്തിയെ കോൺഗ്രസിലേക്ക് ആനയിക്കുന്നതിന് പിന്നിലെ യുക്തി എന്താണ്? നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളത്തിൽ മരവിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ PK ശശി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഒഴുക്കിയ കണ്ണീരിനല്ല, മറിച്ച് അദ്ദേഹം കാരണം കണ്ണീർ കുടിച്ച ഒരു കുടുംബത്തിൻ്റെ ശാപമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. DYFIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉന്നയിച്ച വെളിപ്പെടുത്തലുകൾ വെറും ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യജീവൻ്റെ വില പറയുന്ന ഒരു കുറ്റപത്രം കൂടിയാണ്. ലൈംഗിക ആരോപണം, സാമ്പത്തിക ക്രമക്കേട് എന്നിവയ്ക്ക് പുറമെ ഇപ്പോൾ പുറത്തു വരുന്നത് നടുക്കുന്ന വിവരങ്ങളാണ്. CPM ഓഫീസ് PK ശശിക്ക് വെറും ഒരു ഓഫീസായിരുന്നില്ല, മറിച്ചൊരു അനാശാസ കേന്ദ്രമായിരുന്നുവെന്നാണ് റിയാസുദ്ദീൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നത്. അവിടെ വെച്ച് തൻ്റെ ഭാര്യയും ഈ നേതാവും തമ്മിലുള്ള വഴിവിട്ട ബന്ധം നേരിൽ കണ്ട ആ മുൻ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഭർത്താവിന് മനം നൊന്ത് ഒരു തുണ്ട് കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ഒരു കുടുംബത്തെ അനാഥമാക്കിയ, ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട ഈ ഭീകരമായ പശ്ചാത്തലമുള്ള നേതാവിനെയാണോ VD സതീശൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഷാൾ അണയിച്ച് സ്വീകരിക്കുന്നത്? ഇവിടെ രാഹുലിന് പുറംവാതിലും ശശിക്ക് ചുവപ്പ് പരവതാനിയുമാണ് സതീശൻ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് സതീശൻ്റെ നീതി ചോദ്യം ചെയ്യപ്പെടുന്നത്. സ്വന്തം പടക്കുതിരയായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ആരോപണം ഉയർന്നപ്പോൾ തന്നെ അയാളെ പുറത്തിരുത്താനായിട്ട് സതീശൻ ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. രാഹുലിൻ്റെ ചോരയും നീരും മുറ്റിക്കുടിച്ച സതീശൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള PK ശശിയെ പുണ്യാഹം തളിച്ച് സ്വീകരിക്കുന്നത്? ഈ നാറുന്നതും മണക്കുന്നതും തിരിച്ചറിയാനുള്ള ശേഷി സതീശന് നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് ചോദ്യം. അതോ സ്വന്തം പാർട്ടിക്കാരനായ രാഹുലിനെ ഒതുക്കാൻ CPMലെ മാലിന്യങ്ങളെ ഏറ്റെടുക്കുകയാണോ സതീശൻ്റെ ലക്ഷ്യം? ഗാന്ധിജി തൻ്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കിയില്ല. എന്നാൽ സതീശൻ തൻ്റെ കോടതിയിൽ സ്വന്തം അണികൾക്ക് ഒരു നീതിയും പുറത്തുനിന്ന് വരുന്ന അനാശാസക്കാർക്ക് മറ്റൊരു നീതിയുമാണ് നൽകുന്നത്. ഇവിടെ സതീശൻ ചില ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. ആത്മഹത്യാ പ്രേരണയും ലൈംഗിക ആരോപണവും സാമ്പത്തിക തട്ടിപ്പും ശീലമാക്കിയ PK ശശിയെ കൊണ്ട് സതീശൻ കോൺഗ്രസിൽ എന്ത് ശുദ്ധീകരണമാണ് നടത്താൻ പോകുന്നത്? പറവൂരിൽ നിന്ന് ഒരു സ്ത്രീ സതീശനെതിരെ തന്നെ ഉയർത്തുന്ന ആരോപണങ്ങൾ ആദ്യം അദ്ദേഹം തന്നെ അന്വേഷിക്കാൻ തയ്യാറാകുമോ? പറവൂരിൽ നിന്ന് ഒരു സ്ത്രീ സതീശനെതിരെ തന്നെ ഉയർത്തുന്ന ആരോപണങ്ങൾ ആദ്യം അന്വേഷിക്കാൻ അദ്ദേഹം തയ്യാറാകേണ്ടതല്ലേ? സ്വന്തം പടക്കുതിരയെ മൂലയിലിരുത്തിക്കൊണ്ട് നടത്തിയ ആ പുതുയുഗ യാത്ര വഴി സതീശൻ നേടിയത് നാണക്കേണ്ടല്ലാതെ മറ്റെന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ കാണിച്ച ആ വേഗതയും ആവേശവും എന്തുകൊണ്ടാണ് PK ശശിയുടെ കാര്യത്തിൽ സതീശന് ഇല്ലാതെ പോയത്? CPM പോലും പുറത്തള്ളിയ മാലിന്യങ്ങളെ ഏറ്റെടുത്ത് കോൺഗ്രസിനെ നാറ്റിക്കാനാണോ ഈ യാത്ര ലക്ഷ്യമിടുന്നത് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. വരും ദിവസങ്ങളിൽ സതീശൻ്റെ ഈ പുണ്യാഹം തളിക്കൽ കോൺഗ്രസിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്. VD സതീശൻ്റെ ഈ നീതിബോധം അണികൾക്കിടയിൽ ഒരു കനലായി എരിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ കനലിൻ്റെ ചൂടിൽ പറവൂരിൽ നിങ്ങൾ എരിഞ്ഞടങ്ങാതെ ഇരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.